ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് വ്യാഴമാറ്റം റീഡിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് ഈ സമയത്ത് എന്ത് ബ്ലെസ്സിങ്സ് ആണ് വരാൻ പോകുന്നത്, മേജറായിട്ട് എന്ത് ബ്ലെസ്സിങ്സ് ആണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് നോക്കാം ഈ സമയത്ത് നിങ്ങളിലേക്ക് എന്ത് ബ്ലെസ്സിങ്സ് ആണ് വരുന്നത് എന്ന് നോക്കാം. നമുക്കിവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. ആർക്കൊക്കെ ഈ സമയത്ത് കണ്ടില്ലേ, വ്യാഴമാറ്റത്തിന്റെ ഫലമായിട്ട് ആർക്കൊക്കെ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന എനർജിയാണ്. നിങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതിനായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടോ, പ്രാർത്ഥന ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ടാവാം, മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ. ഇത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് വളരെ നല്ല എനർജിയാണ്. പേജ് ഓഫ് പെന്റക്കിൾസ്. സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ജോലിയാണ് മെയിനായിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞാലല്ലേ സാമ്പത്തികം നിങ്ങളിലേക്ക് വരൂ. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു പച്ചപ്പ് കണ്ടില്ലേ, പച്ചപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് ആണ്. നല്ലൊരു സ്റ്റാർട്ടിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ നല്ല എനർജിയാണ്, വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇത്. നിങ്ങൾക്ക് ആർക്കൊക്കെയോ ജോബ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നോക്കിയിരിക്കുന്നവർക്ക് ഒരുപാട് സന്തോഷം തരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് വാൻഡ്സ് ആണ്. ഇവിടെ നിങ്ങൾ എന്താണ് കാത്തിരിക്കുന്നത്? നിങ്ങളിവിടെ ഒരു കാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. കാത്തുനിന്ന് അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ഇതായിരിക്കാം കാത്തു നിൽക്കുന്നത്, നിങ്ങളൊരു ജോബിന് വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ജോലി കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അഥവാ അതിനായിട്ട് എല്ലാവിധത്തിലുള്ള പരിശ്രമങ്ങളും നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കണം. എന്നിട്ടാവാം ഈ ഒരു കാത്തുനിൽപ്പ് എന്നാണ് കാണുന്നത്. അവിടെ നിങ്ങൾക്ക് വളരെയധികം വിജയിയായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് നാളുകൾ കൊണ്ടേ പരിശ്രമിക്കുന്നു ഒരു ജോലിക്ക് വേണ്ടി, അഥവാ സാമ്പത്തികപരമായ വരുമാനം കൂടുതലായിട്ട് നേടിയെടുക്കാൻ വേണ്ടി. അതിവിടെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ്. വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് സാധ്യമാക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ചാരിയട്ടാണ്. ചാരിയട്ട് എന്ന് പറയുമ്പോൾ ഒരു വിക്ടറിയുടെ കാർഡാണ്. കണ്ടല്ലോ, നിങ്ങൾക്കൊരു വിക്ടറി, ഒരു സക്സസ് ഒക്കെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ വിൽ പവർ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്ന ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കിവിടെ ജയമാണ് വരാൻ പോകുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്ന എനർജിയാണ്. സാമ്പത്തിക വരുമാനം വർദ്ധിച്ചു വരുന്ന എനർജിയാണ് പലർക്കും. അതിനായിട്ട് ശ്രമിച്ചിട്ടുള്ളവർക്ക്, അതിനായിട്ട് എഫേർട്ട് എടുത്ത് കാത്തിരിക്കുന്നവർക്ക് പല കാര്യങ്ങളിലും ഇവിടെ സക്സസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്കിപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും രണ്ട് കാര്യങ്ങളെ ഒരേപോലെ കൊണ്ടു നടക്കാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു. കാരണം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ പവർഫുൾ ആക്കി വെക്കാൻ ഈ ഒരു സമയത്ത് കഴിയുന്നു. അങ്ങനെയാണ് നിങ്ങളിവിടെ ഇത്രയും പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് എന്നാണ് കാണുന്നത്. ഇതുവരെയുള്ള ജീവിതത്തിന്റെ സ്ട്രഗിളിംഗ് ഒക്കെ ഒന്ന് അവസാനിക്കാൻ പോകുന്ന പോലെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെയാണ് നിങ്ങൾ നേട്ടം കൊയ്തെടുക്കാൻ പോകുന്നത് എന്ന് കാണുന്നു. ഇതാണ് നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നത്. സുഖമായാലും ദുഃഖമായാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും എനർജികളെ ഒരേപോലെ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നു.
അതുപോലെ നിങ്ങളുടെ മൈൻഡ് പവർഫുൾ ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്കിവിടെ നല്ലൊരു സക്സസ് വരുന്നുണ്ട്. ജോലിയാവാം, അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കുന്നതിലാവാം, അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് വരാൻ പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിട്ടിരിക്കുന്ന വ്യക്തികൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് റീയൂണിയൻ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെയധികം പവർഫുൾ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെ മറികടക്കുക മാത്രമല്ല, നിങ്ങൾ ഇതിനെ ഇവിടെ തീർത്തു വയ്ക്കാറായിട്ടുണ്ട്. ഭാരം കൊണ്ട് റെസ്പോൺസിബിലിറ്റിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലെ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ സൊസൈറ്റിയിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജോബായിരിക്കാം. എന്തായാലും ശരി, നിങ്ങൾക്ക് ഇവിടെ ഭാരം ചുമന്ന് നിങ്ങൾ ഇവിടെ താഴെ വീഴാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത്രമാത്രം ഭാരം ചുമന്ന് നിങ്ങൾ വീഴാൻ പോകുന്ന ഈ ഒരു സമയത്ത് അതിനെ തീർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. എന്നിട്ട് പുതിയൊരു വഴിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു. പുതിയൊരു സ്റ്റാർട്ടിങ്ങിലൂടെ, ഇവിടെ പുതിയൊരു സ്റ്റാർട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പുതിയ സ്റ്റാർട്ടിങ്ങിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എല്ലാം തീർത്തു വയ്ക്കാൻ സമയമായിരിക്കുന്നു എന്ന് കാണുന്നു. അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് മജിഷ്യന്റെ എനർജിയാണ്. മജിഷ്യന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് സഫലമാവുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, പല കാര്യങ്ങളിലും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ വർക്ക് നടത്തുന്നുണ്ട്. ജോബിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹബന്ധത്തിന്റെ കാര്യങ്ങളിലായാലും, റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങളിലായാലും, സാമ്പത്തികത്തിന് വേണ്ടിയായാലും, നിങ്ങളിവിടെ ഏത് കാര്യത്തിനാണോ നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മജിഷ്യന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, എത്രമാത്രം പ്രശസ്തിയിലേക്ക് ഉയരുകയാണ് പല കാര്യങ്ങളിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട്. എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇവിടെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് പുതിയതായിട്ട് ആദ്യം തന്നെ ഒരു ജോബ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. അത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എന്താണ്, മറ്റ് പല രാജ്യങ്ങളിലേക്ക് പോകാനാണോ, എവിടെയെങ്കിലും ദൂരദേശത്തേക്ക് പോയിട്ട് നിങ്ങൾ ജോബ് നേടാൻ ശ്രമിക്കുന്നു. വിൽ പവർ കൊണ്ടുവരുന്നുണ്ട്, മൈൻഡ് പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. ജീവിതത്തിൽ തന്നെ ഒരു സക്സസ്, വിക്ടറി ഒക്കെ നേടിയെടുക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളെയും തീർത്തു വെച്ചിട്ട് പുതിയൊരു സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് കണ്ടില്ലേ, മാനിഫെസ്റ്റ് ചെയ്യുന്നത്, മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം. അതുപോലെ തന്നെ നിരന്തരം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ, നിരന്തരം നിങ്ങൾ പാടുപെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നിരന്തരം നിങ്ങൾ പ്രയത്നിക്കുന്നത്, എഫേർട്ട് മുന്നോട്ട് വരുന്നത്, അത് എന്ത് കാര്യമാണോ അതിവിടെ നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് സഫലമാകുന്നു, അത് മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതേത് കാര്യത്തിനായാലും. അടുത്തായിട്ട് വന്നിരിക്കുന്ന ഏസ് ഓഫ് സോർട്സ് ആണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്. നിങ്ങളിവിടെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ, മറ്റു രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്. തുടങ്ങി വെക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും പല കാര്യങ്ങളും, അതിനൊരു ക്ലാരിറ്റി കിട്ടാഞ്ഞത് കൊണ്ട് അതിന് മുടക്കം സംഭവിച്ചിട്ടുണ്ടാവും. ചില ജോലിക്കാര്യങ്ങളിലേക്കാവാം, അതുമല്ല ചില കോഴ്സുകൾ പഠിക്കാനാവാം, പല യാത്രകളുമാവാം. അതിലൂടെ നിങ്ങൾക്ക് ഇവിടെ സക്സസ് ലഭിക്കാൻ പോകുന്നു. അതിന്റെ ഒരു തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തോ നിങ്ങൾ തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തുടക്കം നിങ്ങൾക്ക് വളരെയധികം സക്സസ് ആയിട്ട് മുന്നോട്ട് നീങ്ങും എന്നുള്ളതാണ് കാണുന്നത്. സോഡ്, എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജിയാണ് ഇവിടെ. കണ്ടില്ലേ, ഇതിനായിട്ടൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സക്സസ് കൊണ്ടുവരുന്നതാണെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പ്രശ്നങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങളെ നിങ്ങളിവിടെ മറികടന്നാണ് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നത്.
മല്ലിട്ട് പ്രശ്നങ്ങളോട് യുദ്ധം ചെയ്ത് പോരാടി അതിനിടയിലുള്ള ആ ഒരു മല്ലിടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ യുദ്ധം ചെയ്തു വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പോരാടി ജയിക്കുന്ന ഒരു, അല്ലെങ്കിൽ പോരാടി നേടുന്ന ഒരു വിജയമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അത് ഏത് കാര്യത്തിനായാലും, നിങ്ങളുടെ സക്സസ് ആയിട്ടുള്ള ചില യാത്രകളാവാം, ബിസിനസ്സിലെ വിജയമാവാം, എന്തെങ്കിലും പുതിയ ചില ജോലിക്കാര്യങ്ങളിലേക്കാവാം, അന്യനാടുകളിലേക്കുള്ള യാത്രയുമാകാം. ഏതായാലും നിങ്ങൾക്കിവിടെ അതിനൊരു ക്ലാരിറ്റി വരുന്നുണ്ട്, അതിനൊരു വ്യക്തത കിട്ടുന്നുണ്ട്, നിങ്ങൾ അതിലേക്ക് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ഭാഗ്യസമയം ഇവിടെ ആയിരിക്കുന്നു. നിങ്ങളൊരു നല്ല ഭാഗ്യസമയത്തിലേക്ക് നീങ്ങുകയാണ്. ഇതുവരെയും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം എനിക്കതിന് സമയമായില്ല എന്ന്. പല കാര്യങ്ങളെയും നിങ്ങൾ പിന്തള്ളിക്കൊണ്ടിരുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഭാഗ്യചക്രം മുന്നോട്ട് ഉരുളാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് കറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അത് ഏതൊരു കാര്യത്തിനായാലും, നിങ്ങളുടെ ജോലിക്കാര്യത്തിനായാലും, നിങ്ങൾ ഇതുവരെയും പരിശ്രമിച്ചുകൊണ്ടിരുന്ന ജോലിയാവാം, നേടാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളാവാം, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളായാലും, നിങ്ങളുടെ സ്നേഹബന്ധത്തിലെ കാര്യങ്ങളായാലും, നിങ്ങൾ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്കായാലും, ഏതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ ഭാഗ്യം വരുന്നത് ഈ ഒരു സമയത്താണ്. വിവാഹം നടക്കാതെ നോക്കിയിരിക്കുന്നവർക്ക് ഒക്കെയും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഭാഗ്യം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എനിക്ക് ഭാഗ്യമില്ല, എനിക്കിതൊന്നും ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മടിപിടിച്ചിരുന്ന ചില ആൾക്കാരുടെ എനർജി പ്രയത്നത്തിലൂടെ നേടാൻ ശ്രമിച്ചിട്ട് ആ പ്രയത്നങ്ങളെയൊക്കെ നിങ്ങളിവിടെ താഴെ വെച്ചു. കാരണം മടിപിടിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളിവിടെ മുന്നോട്ട് വരാൻ തയ്യാറെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്രതീക്ഷിതമായിട്ട്, അവിചാരിതമായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരുന്നത്. അത് ചില ജോലിയാവാം, സാമ്പത്തികമായ വരുമാന വർധനവാകാം, പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ ലോട്ടറി അടിക്കാം. ഏത് കാര്യത്തിലൂടെ ആയാലും നിങ്ങൾക്ക് സാമ്പത്തികം നേടാനും നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഭാഗ്യം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഡെത്താണ്, കണ്ടല്ലേ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഇവിടെ സ്റ്റക്കായിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുന്നോട്ട് വളരെയധികം സ്മൂത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും ഇവിടെ നിലച്ചു പോയിരിക്കുന്നു. പല കാര്യങ്ങളുടെയും ആ ഒരു എനർജി ഇവിടെ നിലച്ചു പോയിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അത് നഷ്ടപ്പെട്ടു പോയി, ഇനി എനിക്ക് ആ ഒരു ലൈഫ് കിട്ടില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളിൽ നിന്നും വേർപെട്ടു പോയിട്ടുണ്ടാവാം, ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ഉണ്ടായിരുന്ന നല്ല ജീവിതം, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം, അല്ല എങ്കിൽ നിങ്ങൾക്കത് ഇല്ലാതെയായി പോയിട്ടുണ്ടാവാം, മുടക്കം വന്നിട്ടുണ്ടാവാം, ഡെത്ത് സംഭവിച്ചിരിക്കുന്നു, പ്രിയപ്പെട്ടവർ വിട്ടുപോയിട്ടുണ്ടാവാം. അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ ഒരു അനുഗ്രഹമാണ് വരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് ആണ് വരാൻ പോകുന്നത്. മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. വളരെ നല്ല മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് ഇവിടെ വരാൻ പോകുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ ഭാഗ്യം വരാൻ പോകുന്നു എന്ന് പറഞ്ഞല്ല, അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു പുതിയ ജന്മം തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചതിലും അപ്പുറത്തായിട്ടൊരു ജീവിതം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു പുതിയ ലൈഫാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ഡിവൈനുമായിട്ട് കണക്റ്റ് ആയിക്കൊണ്ടുള്ള ഒരു ലൈഫാണ്. അത് വളരെയധികം പോസിറ്റീവായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്.
നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയുന്നു ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ബോട്ടം വന്നിരിക്കുന്നത് 10 ഓഫ് സോഡിന്റെ എനർജിയാണ്, കണ്ടില്ലേ? ഒരുപാട് പരാജയത്തിലായി പോയിരിക്കുന്നു. മറ്റുള്ളവരുടെ പരിഹാസം അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിൽ ഏൽപ്പിച്ച ഒരു പരാജയം, നിങ്ങളുടെ വിജയത്തിൽ അസൂയ പൂണ്ടിട്ട് ആരെങ്കിലും ഒക്കെ കൂടി ചേർന്ന് നിങ്ങളെ ജീവിതത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ശ്രമിച്ചിട്ടിരിക്കുന്നു. അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. ഇനി നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇവിടെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. ഇവിടെ കണ്ടില്ലേ, മാറ്റം വരാൻ സമയമായിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഭാഗ്യം വരാനുള്ള സമയമായി, നിങ്ങളുടെ ഭാഗ്യ സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്നു. എല്ലാ കാര്യത്തിനും ഒരു അതിർവരമ്പ് സൃഷ്ടിച്ചിട്ട് നിങ്ങൾക്ക് ഇനിയൊന്നുമില്ല ജീവിതത്തിൽ ബാക്കി, ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാലം വരികയുമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നിടത്ത് നിന്നും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്നു എന്നുള്ളതാണ്. ദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. പുതിയൊരു വ്യക്തിയായി രൂപാന്തരം പ്രാപിക്കാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ഇവിടെയും ഡെത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ പുതിയ ലൈഫിലേക്ക് പോകാൻ സാധിക്കുകയാണ്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ ജീവിതത്തിൽ ഒരു സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നു. ആദ്യം തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. സാമ്പത്തികപരമായിട്ട് ഉയരാനുള്ള എനർജിയാണ്. സാമ്പത്തികപരമായിട്ട് ഉയരുക മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിച്ച ജോബ് നിങ്ങൾക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ തന്നെ ഒരു വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇവിടെ നേടാൻ പോകുന്നത്. നിങ്ങൾ ഭാഗ്യ സമയം വരികയാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാകാൻ പോകുന്നു. സാധ്യമാകാൻ പോവുകയാണ് നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വളരെ നല്ല എനർജിയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. കാർഡുകളൊക്കെ തന്നെയും പറയുന്നത് അത് തന്നെയാണ്. ഇവിടെയും കണ്ടില്ലേ, പുതിയ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. സാമ്പത്തികം നിങ്ങൾക്ക് വിദേശത്തും ദൂര രാജ്യങ്ങളിൽ നിന്ന് പോലും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു. ഇടയ്ക്ക് നിങ്ങൾക്ക് മുടങ്ങിപ്പോയിട്ടുണ്ടാവാം. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ആ ഒരു പ്രോഗ്രസ് നിങ്ങൾക്കത് മുടങ്ങിപ്പോയിട്ടുണ്ടാവാം. ഇനി നിങ്ങൾക്ക് ആ പ്രോഗ്രസ്സിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇനി സാമ്പത്തികത്തിൻ്റെതായ അഭിവൃദ്ധി നിങ്ങൾക്ക് ഇനിയാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അത് താഴെ ഹെർമിറ്റ് ആണ്, കണ്ടില്ലേ? ഡിവൈനുമായിട്ട് കണക്ട് ആവുന്ന നിങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നു. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉള്ളിലെ വെളിച്ചം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ഹെർമിറ്റിന്റെ എനർജിയാണ്. തൊട്ട് ബാക്കിലും വന്നിരിക്കുന്ന അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉൾക്കാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാം. എന്താണ് പ്രത്യേകിച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഇവിടെ ഇൻഡ്യൂഷൻ, നമ്മൾ ഹെർമിറ്റിന്റെ എനർജി വന്നപ്പോഴേ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന എനർജിയാണ്. ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്പർ 2 ആണ് വന്നിരിക്കുന്നത്. എന്ത് കാര്യത്തോടാണ് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് പോകേണ്ടത്, അവിടെ നിങ്ങൾക്ക് അതിന് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. മുന്നോട്ട് എങ്ങനെ വരണം, ആരുമായിട്ടാണ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനത്തിൽ എത്താൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്വപ്നം കണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധ്യമായി കിട്ടും എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ഇവിടെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഏത് സ്റ്റാൻഡിലാണോ, ഏത് നിലനിൽപ്പിലാണോ നിങ്ങളിപ്പോൾ നിൽക്കുന്നത്,
ഏത് കാര്യത്തിലാണോ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നത്, നിങ്ങൾ അത് അങ്ങനെ തന്നെ തീരുമാനിച്ചോളൂ. എങ്ങനെയാണ് മുന്നോട്ട് വരണമെന്ന് നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന് മാറ്റമൊന്നും വരുത്തേണ്ട. നിങ്ങൾ എടുത്തിരിക്കുന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിന്നോളൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇവിടെ ഭാഗ്യചക്രം കറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു, ഭാഗ്യം വരാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ പിന്നെ നിലപാടുകളൊന്നും മാറ്റിയിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട. എടുത്തിരിക്കുന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിന്നോളൂ. അതാണ് നിങ്ങളെ മുന്നോട്ട് വിജയത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ മെമ്മറീസ് ഓഫ് ലവിന്റെ എനർജിയാണ്. പഴയ ചില കാര്യങ്ങളിലേക്ക്, നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളുടെ മെമ്മറീസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. കാരണം മുൻപേ തന്നെ ഇല്ലാതെയായി പോയിരിക്കുന്ന ചില എനർജീസ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ഓർത്തെടുക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ആ ഓർമ്മയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഓർമ്മ നിങ്ങളെ ബൈക്കിലേക്ക് പിടിച്ചു വലിക്കുന്നു, പക്ഷെ അത് നിമിത്തം തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനും സാധിക്കുന്നു എന്നുള്ളത് കാണുന്നു. വിക്ടറി ആൻഡ് സക്സസ് ആണ്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് നേടാൻ സമയമായിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ഇവിടെ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത്, എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നത്, എങ്ങനെയാണോ നിങ്ങൾ മുന്നോട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സാധ്യമാകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെ 66 ആണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ 22 കാണുന്നവരുണ്ടായിരിക്കാം, 66 കാണുന്നവരും ഉണ്ടായിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് 4 ആണ്, നമ്പർ 4 ആണ്. സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് പച്ച കളർ, കണ്ടില്ലേ? ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ള ചക്രാസും ആക്റ്റീവ് ആകുന്നു. അവിടെ വെൽത്തും ഹെൽത്തും എല്ലാം നിങ്ങൾക്ക് ശരിയായി വരുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തികം ശരിയാവുക, നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ ശരിയായി വരും. മനസ്സിലായോ? ഈ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ടാണ് നമുക്ക് ഇത്. ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് മിഡിൽ ചക്രയാണ്. 7 ചക്രാസിലും മിഡിലായിട്ട് വരുന്നതാണ് ഹാർട്ട് ചക്ര. അപ്പോൾ അപ്പർ 3 ചക്രാസും ലോവർ 3 ചക്രാസും ആക്റ്റീവ് ആകാൻ തുടങ്ങും. മറ്റുള്ളവരെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കാൻ തുടങ്ങും. ആദ്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ വില മനസ്സിലാക്കുക ആദ്യം. എന്നാലേ മറ്റുള്ളവർ നിങ്ങൾക്ക് വില തരികയുള്ളൂ. മനസ്സിലായോ? ഇവിടെ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇവിടെ ഇൻഡ്യൂഷൻ ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഈ ഒരു ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചക്രാസിന്റെ ആക്ടിവേഷൻ സാധിക്കാനുള്ളതാണ്, ഇത് സംഭവിക്കാനുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ. കണ്ടില്ലേ? വീൽ ഓഫ് ഫോർച്യൂൺ, ഭാഗ്യം വരാൻ പോകുന്നു. അങ്ങനെയാണ് ഈ ചക്രാസ് ഒക്കെ ആക്റ്റീവ് ആകുന്നത്. ഭാഗ്യം വരുന്നതാണ്. പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് കണ്ടില്ലേ? നമ്പർ 3 ആണ്. അപ്പൊ നമ്പർ 3 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബ്ലെസ്സിങ്സ് ആണ്, ദൈവാനുഗ്രഹമാണ് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നത്. ഈ ഒരു ദൈവാനുഗ്രഹത്തിലൂടെ നിങ്ങൾ ഇവിടെ പിരിഞ്ഞു പോയിരുന്ന വ്യക്തികൾ, ഇവിടെ മെമ്മറീസ് ഓഫ് ലവ്, പഴയ സ്നേഹത്തിന്റെ ഓർമ്മകളെ നിങ്ങൾക്ക് ഇവിടെ അയവിറക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയാവാം. ആ വ്യക്തിയെ കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. അല്ല എങ്കിൽ ദൈവം തന്നെ നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പല പരാജയത്തിലും വേണ്ടിരുന്ന നിങ്ങളെ ജീവിതത്തിലേക്ക് കരകയറ്റി കൊണ്ടുവരുന്നു. ദൈവത്തിന്റെ കരങ്ങൾ തന്നെ ഇവിടെ വരുന്നു. അല്ല എങ്കിൽ ഏതെങ്കിലും നല്ലൊരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഹാർമണിയാണ്, കണ്ടില്ലേ? ഇവിടെ നമുക്കിവിടെ വന്നിരിക്കുന്നത് 66 അല്ല 666 ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പൊ ഇവിടെ ഹാർമണി, ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നല്ല നല്ല സ്നേഹബന്ധത്തിലൂടെ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു. ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഒത്തുചേർന്ന് ഇതുവരെയും കിട്ടാതിരുന്ന സ്നേഹം വീണ്ടും കിട്ടാൻ തുടങ്ങുന്നു. അതിലൂടെ മുന്നോട്ട് സമാധാനവും സന്തോഷവും നേടിക്കൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. നല്ലതുപോലെ പാർട്ട്ണർഷിപ്പ് ചേർന്ന് എല്ലാ കാര്യത്തിലും പരസ്പരം സപ്പോർട്ട് ചെയ്ത്, പരസ്പരം കെയർ ചെയ്ത്, റെസ്പെക്ട് ചെയ്തുള്ള ഒരു ലൈഫ്, അങ്ങനെ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് വീണ്ടും വരാൻ സാധിക്കുന്നു. ഇതിനി ഏത് കാര്യത്തിലായാലും, നിങ്ങളുടെ ബിസിനസ്സിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർ വേണോ? അവിടെയാണല്ലോ സക്സസ് ഇരിക്കുന്നത്. അതിലൂടെയാണ് നിങ്ങൾക്ക് സക്സസ് നേടാൻ പോകുന്നത് എങ്കിൽ അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ വിക്ടറി ആൻഡ് സക്സസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.